നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. റണ്ണൊഴുകിയ മത്സരം ഒടുവിൽ പക്ഷേ നമ്മുടെ ചുണക്കുട്ടികൾ 30 റൺസിൻ്റെ മികച്ച വിജയം തന്നെ സ്വന്തമാക്കി പരമ്പര 3-1 സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടന്ന 5 മത്സരങ്ങളുടെ T20I പരമ്പരയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ മത്സരം തീർച്ചയായിട്ടും മികച്ചൊരു പോരാട്ടമാണ് അഹമ്മദാബാദിൽ നമ്മൾ കണ്ടത്. ആ മത്സരത്തിൽ ഒടുവിൽ 30 റൺസിൻ്റെ മികച്ച വിജയം നമ്മുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കിയിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീമിനായിട്ട് സഞ്ജുവും അഭിഷേകും ചേർന്ന് മികച്ച തുടക്കം, പിന്നെ തിലകും ഹാർദിക്കും ചേർന്നുള്ള വെടിക്കെട്ട് പ്രകടനം. അതിൻ്റെ ഫലമായിട്ടാണ് വമ്പൻ സ്കോറിലേക്ക് പോയതെങ്കിൽ മറുഭാഗത്ത് QDKയുടെ തകർപ്പൻ തുടക്കം, പിന്നെ ബ്രവിസിൻ്റെ സംഭാവന, അങ്ങനെയാണ് അവർ 200 റൺസ് എന്ന രൂപത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ടോസ് നഷ്ടപ്പെട്ട ടീം ഇന്ത്യ ബാറ്റ് ചെയ്യാൻ അയക്കപ്പെട്ടു. ശുഭൻ ഗില്ലിന് പരിക്കുള്ള കാരണം അദ്ദേഹം പുറത്തിരുന്നപ്പോൾ സഞ്ജു സാംസണ് പരമ്പരയിൽ ആദ്യമായിട്ട് അവസരം ലഭിച്ചു. സഞ്ജുവും അഭിഷേകും ഇരുഭാഗത്തു നിന്നും ആഞ്ഞടിച്ചപ്പോൾ അതിവേഗത്തിൽ ഇന്ത്യൻ സ്കോർ കുതിച്ചു. 6-ാം ഓവറിൽ അഭിഷേക് ശർമ്മ മടങ്ങുമ്പോഴേക്കും നമ്മുടെ ടീം 63 റൺസ് അടിച്ചിരുന്നു. അഭിഷേക് 21 പന്തിൽ 6 ഫോറും ഒരു 6 അടക്കം 34 റൺസ് അടിച്ചപ്പോൾ സഞ്ജു സാംസൺ 22 പന്തിൽ 4 ഫോറും 2 6 അടക്കം 37 റൺസാണ് അടിച്ചത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തി 7 പന്തിൽ 5 റൺസ്. എന്നാൽ തിലക് വർമ്മ 42 പന്തുകൾ 10 ഫോറും ഒരു 6 അടക്കം 73 റൺസ് അടിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ വെടിക്കെട്ടിന് തിരികൊളുത്തി അതിവേഗത്തിൽ 5 ഫോറും 5 സിക്സറും അടക്കം 25 പന്തിൽ 63 റൺസ്. ഒരു ഘട്ടത്തിൽ 7 പന്തുകൾ നേരിട്ട് അദ്ദേഹം 31 റൺസിലേക്ക് എത്തിയിരുന്നു. വല്ലാത്തൊരു ഹിറ്റിംഗ് ആണ് ഹാർദിക് പാണ്ഡ്യ നടത്തിയതെന്ന കാര്യത്തിൽ തർക്കമില്ല. ശിവൻ ദ്യൂബെ 3 പന്തിൽ നിന്ന് 10 റൺസ് അടിച്ച് പുറത്താകുന്നു. 1 ഫോറും ഒരു 6ഉം ആ ബാറ്റിൽ നിന്ന് പറന്നു. അങ്ങനെ 20 ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 231 എന്ന പടുകൂറ്റൻ സ്കോർ അടിച്ചു കൂട്ടിയിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം മികച്ച തുടക്കമിട്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടായിരുന്നുള്ളൂ. കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്തു QDK. അദ്ദേഹം ഒരു ഭാഗത്ത് നിന്നും പൊളിച്ചടുക്കി അടിച്ചപ്പോൾ മറുഭാഗത്ത് ഹെൻഡ്രിക്സ് ഒപ്പം നിന്നുകൊടുത്തു എന്നേ പറയാനുള്ളൂ. 7-ാമത്തെ ഓവറിൽ ഹെൻഡ്രിക്സ് മടങ്ങുമ്പോൾ സ്കോർ ബോർഡിൽ 69 റൺസ് ഉണ്ടായിരുന്നെങ്കിലും ഹെൻഡ്രിക്സിൻ്റെ വക വന്നത് 12 പന്തിൽ നിന്ന് വെറും 13 റൺസ് മാത്രമാണ്. QDKയും ബ്രവിസും ചേർന്നുള്ള കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. 2 പേരും അതിവേഗത്തിൽ സ്കോർ ചെയ്തു പോയി. പക്ഷേ ജസ്പ്രീത് ബുംറ വന്ന് കോട്ടൺ ബോളിലൂടെ QDK പറഞ്ഞു വിട്ടെടുത്ത കളി ഇന്ത്യ തിരികെ പിടിച്ചു. 35 പന്തുകൾ 9 ഫോറും 3 6ഉം അടക്കം 65 റൺസാണ് ക്വിൻ്റൻ ഡി കോക്ക് അടിച്ചത്. അതേസമയം ഡേവിഡ് ബ്രവിസ് 17 പന്തിൽ നിന്ന് 3 ഫോറും 2 6ഉം അടക്കം 31 റൺസ് അടിച്ചു. ഡേവിഡ് മില്ലർ 14 പന്തിൽ നിന്ന് 18 റൺസ്, എഡൻ മർക്രം 6, ഡൊണാവൻ ഫെറീര 0, ലിൻഡ് 16, മാർക്കോ യാൻസൺ 14, ഇങ്ങനെ അവരുടെ വിക്കറ്റുകൾ വീണു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ചില ഘട്ടങ്ങളിൽ അടി കിട്ടിയെങ്കിലും നിർണായക ഘട്ടങ്ങളിൽ വിക്കറ്റ് പിഴുതെടുത്തുകൊണ്ട് 4 വിക്കറ്റുകൾ ഊരിയെടുത്ത നമ്മുടെ വരുൺ ചക്രവർത്തി ഈ കളി പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമാക്കി മാറ്റുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഹാട്രിക് ബോൾ പോലും എറിഞ്ഞു. എന്തായാലും കോർവിൻ ബോഷ് 15 പന്തിൽ നിന്ന് 17 റൺസുമായിട്ടും ലുങ്കി എങ്കിഡ് 9 പന്തിൽ നിന്ന് 7 റൺസുമായിട്ടും ഒടുവിൽ പുറത്താകാതെ നിന്നു. പക്ഷേ അവർക്ക് 201 റൺസിലേക്ക് എത്താൻ പറ്റിയുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 4 ഓവറിൽ 53 റൺസിന് 4 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ബൂംറ ഇതിനിടക്കും റൺമഴ പെയ്തപ്പോഴും മിന്നും ബൗളിംഗാണ് നടത്തിയത്. 4 ഓവറിൽ 17 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 2 വിക്കറ്റ് എടുത്തു. ഹാർദിക് പാണ്ഡ്യയും ഹർഷ്ദീപ് സിംഗും ഓരോ വിക്കറ്റുകളും എടുത്തു. ഏതായാലും ഒടുവിൽ മത്സരം 30 റൺസിന് വിജയിച്ച് പരമ്പര 3-1 നമ്മുടെ ചുണക്കുട്ടികൾ സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.